ഹെഡോ അതെന്ത് സാധനമല്ല പത്രം. ഞാൻ അതിന്റെ പ്രിന്റർ കം പബ്ലിഷർ കം എഡിറ്റർ കം റിപ്പോർട്ട്. ഞാൻ താനാണ് കക്ഷിയല്ലേ? അതെ, ഞാനാണ്. പത്ര സ്വാതന്ത്ര്യത്തിന് വിലയില്ലേ? കണ്ടുപോലെ പൊട്ടിത്തെറിക്കുന്ന സത്യങ്ങൾ പറയുന്ന തൂലിക പടവാളാക്കിയ എന്നെ പോലുള്ള ദേശാഭിമാനികൾക്ക് ഈ നാട്ടിൽ സ്ഥാനമില്ലേ? കേരളത്തിൽ 2 ഡോൾബി സിനിമാസ് ആണ് വരുന്നത്. ഒരെണ്ണം കണ്ണൂരും, രണ്ടാമത്തത് ഇവിടെ ഫോർട്ട് കൊച്ചിയില് ചുള്ളിക്കൽ എന്ന് പറഞ്ഞ തൂക്കുംപടി ഫോർട്ട് കൊച്ചി റോഡില് ചുള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡോൾബി സിനിമാസ് വരേണ്ടത് EVM കവിതയിലായിരുന്നു. അവര് നൽകിയത് ഇവിടെയാണ്. ചുള്ളിക്കല് പോലുള്ള ഒരു ഉൾപ്രദേശത്ത് കൊണ്ടുപോയി ഡോൾബി സിനിമാസ് സ്ഥാപിച്ചതിലാണ് വിഷമം. EVM ഗ്രൂപ്പിന് EVM കവിത എന്ന് പറഞ്ഞ എറണാകുളത്ത് ഒരു തിയേറ്റർ ഉള്ളപ്പോ അതായിരുന്നു ചൂസ് ചെയ്യേണ്ടിയിരുന്നത്. അതായത് ഈ ഫോർട്ട് കൊച്ചിയോട് അടുത്ത് കിടക്കുന്ന ചുള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം എന്തുകൊണ്ടാണ് EVM ഗ്രൂപ്പ് അവിടെ ഉള്ള തിയേറ്റർ ചൂസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഐമാക്സ് പോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഡോൾബി സിനിമാസും നമുക്ക് നൽകാൻ പോകുന്നത്. അതായത് ഡോൾബി അറ്റ്മോസും ഡോൾബി സിനിമാസും തമ്മിൽ ആരും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പോഴേ എടുത്തു പറയുന്നു, ഡോൾബി സിനിമാസ് വേറൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് നൽകാൻ പോകുന്നത്. ഡോൾബി അറ്റ്മോസ് പോലെ അല്ല. എന്തായാലും റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2025 ലാസ്റ്റിലോട് കൂടി അല്ലെങ്കിൽ 2026 ഓപ്പൺ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഐമാക്സിന്റെ ഏറ്റവും വലിയ എതിരാളിയായ ഡോൾബി സിനിമാസ് കേരളത്തില് കൊച്ചിയിൽ എത്തിയിരിക്കും. ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സൗണ്ട് സറൗണ്ടിങ് സാങ്കേതിക വിദ്യയാണ്. ഡോൾബി ലബോറട്ടറീസ് 2012 ഇത് അവതരിപ്പിക്കുന്നത്. ഡിസ്നിയുടെ ബ്രേവ് എന്ന അമേരിക്കൻ ഫാന്റസി അനിമേഷൻ ചിത്രത്തിലൂടെയാണ് നമ്മളിലോട്ട് എത്തുന്നത്. ഹൈ ഡൈനാമിക് റേഞ്ച് അഥവാ HDR. ഇതിനായിട്ട് ഡോൾബി 2014 വികസിപ്പിച്ചെടുത്താണ് ഡോൾബി വിഷൻ. ഈ 2 സാങ്കേതിക വിദ്യകളും ഒത്തുചേർന്നതാണ് ഡോൾബി സിനിമാസ്. ഇത് നമുക്ക് സമ്മാനിക്കാൻ പോകുന്ന ഒരു പ്രീമിയം സിനിമ എക്സ്പീരിയൻസ് ആണ്. 2015 ആദ്യ ഡോൾബി സിനിമ ആരംഭിക്കുന്നത്. ഐമാക്സ് പോലെ തന്നെ ഏത് സീറ്റിലിരുന്നാലും ഒപ്റ്റിക്കൽ വ്യൂ നമുക്ക് ലഭിക്കുന്നതാണ്. കഡ് മീഡിയാസിന്റെ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഇത് കാണാൻ കഴിഞ്ഞു അതിയായ സന്തോഷമുണ്ട്. ഞാനും കട്ട വെയിറ്റിംഗ് ആണ് ഇങ്ങനൊരു ഡോൾബി സിനിമാസ് കൊച്ചിയിൽ വന്നത്. കേരളത്തില് 1ഉം 2ഉം അതിൽ രണ്ടാമത്തത് കൊച്ചിയിൽ കൊണ്ടുവന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വേറെ എവിടെയും കൊണ്ടുവയ്ക്കാത്തത്. പക്ഷേ ഈ ചുള്ളിക്കൽ എന്ന് പറഞ്ഞ ഈ ഉള്ളേരിയയിൽ കൊണ്ടുവച്ചതിൽ എനിക്ക് ആ ഒരു സങ്കടമുണ്ട്. ശരിക്കും EVM കവിത ഡോൾബി സിനിമാസായിട്ട് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡോൾബി സിനിമാസ് ചുരുക്കം ചില സ്ഥലങ്ങളിലാണ് ഓപ്പൺ ആവാൻ പോകുന്നത്. അതിനകത്ത് 2 കേരളത്തിൽ, ആ 2 ഒരെണ്ണം ഇവിടെ. ഐമാക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡോൾബി സിനിമാസിലോട്ട് വരുമ്പോൾ ഇമേജ് ക്വാളിറ്റിയിലായാലും സ്ക്രീൻ സൈസിലായാലും സൗണ്ട് ക്വാളിറ്റിയിലായാലും 3D എക്സ്പീരിയൻസിലായാലും ഹീറ്റിംഗ് കംഫർട്ടിന്റെ കാര്യം രണ്ടും തമ്മിൽ എക്സ്പീരിയൻസിന് നല്ല വ്യത്യാസമുണ്ട്. ഐമാക്സിനൊപ്പം നിൽക്കുന്ന വ്യൂവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഡോൾബി സിനിമാസിലൂടെ ലഭിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൽ 2 ലഭിച്ചതിൽ അതിയായ സന്തോഷം. ഈ വരാൻ പോകുന്ന ഡോൾബി EVM സിനിമാസില് എത്ര സ്ക്രീനുകൾ ഉണ്ടാവും? അതോ ഇനി ഡോൾബി സിനിമാസ് മാത്രം